മലപ്പുറം എടവണ്ണപ്പാറയിൽ നെൽവയൽ നികത്തി നട്ട കവുങ്ങുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുറിച്ചുമാറ്റി. എടവണ്ണപ്പാറ പാഞ്ചിരിക്കുനിയിൽ 60 കവുങ്ങുകൾ വെട്ടിനിരത്തി നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കി. പരിസ്ഥിതി പ്രവർത്തകർ എടവണ്ണപ്പാറ അശോകൻ നടത്തിയ പോരാട്ടമാണ് ഇതോടെ വിജയം കണ്ടത്. അനധികൃതമായി വയൽ നികത്തി പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഈ ദൃശ്യങ്ങൾ. എടവണ്ണപ്പാറ ചീടിക്കുഴി പാഞ്ചേരി മേഖലയിലെ അനധികൃത വയൽ നികത്തലിനെതിരെ പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുകാരനുമായ അശോകൻ 4 വർഷം മുൻപാണ് പരാതി നൽകിയത്. നെൽവയൽ നികത്തി വാഴ വയ്ക്കുകയും ഇതിനിടയിൽ പിന്നീട് കവുങ്ങിൻ തൈകൾ നടുകയുമാണ് ചെയ്തത്. പരാതി അന്വേഷിച്ച ജില്ലാ കളക്ടർ നെൽവയൽ പൂർവ്വസ്ഥിതിയാക്കാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഹൈക്കോടതിയും ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് വാഴക്കാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ കവുങ്ങുകൾ വെട്ടിമാറ്റി. അതിനൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ പരാതിൻ്റെ പിന്നിൽ കുറേ പൂവിനെ ഇങ്ങനെ വിവരാകാശം കൊടുത്താണ്ടാണ് ഇതായത്. കുറേ വിവരാകാശം കൊടുത്ത് ഓരോ പരാതിക്ക് അയാളോണ്ട് പറഞ്ഞാണ് ഇത് പണിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ അയാൾ എടുത്താണ്. ഒരു മൊത്തത്തിൽ ഒരു ഏക്കർ ഉണ്ടാവുന്നുണ്ട്. അതാണ് എനിക്കറിയില്ല. വില്ലേജ് ഓഫീസർ കൊണ്ട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഒക്കെ ഒരേ ഇതാണെന്ന് പറഞ്ഞു. ഒരേ സർവേ നമ്പറാണ്. അതുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ മതി. വേറെ ആർക്കും ആണ്, എനിക്കറിയില്ല ആർക്കാണ്. സമീപത്ത് തന്നെ ഇതേ രീതിയിൽ പലയിടത്തും പാടം നികത്തി കവുങ്ങുകൾ നട്ടിട്ടുണ്ട്. ഇതും ഉടൻ തന്നെ നീക്കം ചെയ്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. വാഴക്കാട് പഞ്ചായത്തിൽ നെൽവയൽ നികത്തി വാഴ വയ്ക്കുന്നതും പിന്നീട് വാഴയ്ക്കിടയിൽ കവുങ്ങിൻ തൈകൾ വെച്ച് മണ്ണിട്ട് പറമ്പാക്കി മാറ്റുന്നതും വ്യാപകമാണ്. ന്യൂസ് 18 മലപ്പുറം.